നമസ്കാരം. ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ചന്ദ്രഗ്രഹണം കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അശ്വതി മുതൽ രേവതി വരെ വരുന്ന നക്ഷത്രക്കാരിൽ ഏകദേശം ഒരു 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു മാറ്റത്തിന് തുടക്കമായിരിക്കുകയാണ്. ജീവിതത്തിൽ നിലവിലുള്ള സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ മാറി നല്ലൊരു ദിവസങ്ങളും നല്ല നാളുകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ തുടങ്ങിയിരിക്കുന്നു. കുറച്ച് നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ ധാരാളമാണ് ഇവിടെ വന്നു ചേരുന്നത്. അതേപോലെ തന്നെ പ്രതികൂലമായ അനുഭവങ്ങൾ ഉള്ള നക്ഷത്രക്കാരുമുണ്ട്. ഇവിടെ ധാരാളം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. ഇവിടെ ഗ്രഹണം നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഗുണമാണോ അതോ ദോഷമാണോ സംഭവിക്കുക എന്നത്. ഇവിടെ ദോഷങ്ങൾ അല്ലെങ്കിൽ അല്പം വിഷമകരമായ അവസ്ഥയിലൂടെ പോകേണ്ടതായ നക്ഷത്രക്കാരുമുണ്ട്. എന്നാൽ അതൊന്നും ശാശ്വതമായി നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. പ്രാർത്ഥനയിലൂടെ എല്ലാം പ്രശ്നങ്ങളെയും ഒഴിപ്പിക്കാനും മാറ്റാനുമൊക്കെ സാധിക്കും. നല്ല രീതിയിലുള്ള ഭഗവാനെ പ്രാർത്ഥനയിലൂടെ പ്രീതനാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവിധ പ്രശ്നങ്ങളും മാറുന്നതാണ്. ചെറിയ ചെറിയ ദുരിതങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ, അധിക ചിലവുകളൊക്കെ വന്നു ചേരും എന്നതൊഴിച്ചാൽ വേറെ വിഷമിക്കേണ്ടതായ ഒരു കാര്യങ്ങളും ഒരു നക്ഷത്രക്കാർക്കും കാണുന്നില്ല. എന്നാൽ ഇവിടെ 5 നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ അങ്ങനെയല്ല. സാമ്പത്തികമായി വളരെയധികം ഉന്നതിയും ഭാഗ്യവും നേട്ടവും ഉണ്ടാകുന്നുണ്ട്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് തിരുവോണമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ നിലവിലുള്ള എല്ലാ പ്രയാസങ്ങളൊക്കെ മാറി സന്തോഷകരമായി മുന്നോട്ട് പോകാനായി സാധിക്കും. യാതൊരുവിധ സംശയങ്ങളും വെക്കേണ്ട കാര്യമില്ല. കാരണം ഒരു മാറ്റത്തിൻ്റെ തന്ത്രപരമായൊക്കെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഏതു കാര്യത്തിനെയും ബുദ്ധിപരമായി നിങ്ങൾക്ക് നേരിടുവാൻ സാധ്യമാകുന്നതാണ്. ഇതിനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുകയും ചെയ്യും. എടുക്കുന്ന തീരുമാനങ്ങളിൽ പിന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. എടുക്കുന്ന തീരുമാനങ്ങൾ യഥാവിധി നിങ്ങൾക്ക് പൂർത്തീകരിക്കാനൊക്കെ സാധിക്കും. കാരണം നേട്ടത്തിൻ്റെ സമയം തന്നെയാണ്. സാമ്പത്തികമായി ഒരു സ്ഥിരതയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മാറ്റമുണ്ടാകും, അതിൽ യാതൊരുവിധ സംശയത്തിൻ്റെയും ആവശ്യമില്ല. നിലവിലുള്ള പ്രയാസങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാകും. അതിനുള്ള സമയം കൂടിയാണ് വന്നണഞ്ഞിരിക്കുന്നത്. ഈ ചന്ദ്രഗ്രഹണം ഒരു മാറ്റത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുമെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. സാമ്പത്തികമായി മാറ്റമുണ്ടാകും. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുന്ന ഒരു സമയം കൂടി തുടങ്ങിയിരിക്കുന്നു. അടുത്ത വിശാഖം നക്ഷത്രക്കാരിലേക്ക് വന്നാൽ വളരെ മാറ്റമുണ്ടാകുന്നു. കർമ്മവിജയം ഉണ്ടാകുന്ന സമയം. ചില സംരംഭങ്ങൾ, അത് വ്യക്തിഗതമായി ചെയ്യുന്ന ചില ബിസിനസ് പോലെയുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളവർക്ക് അത് നല്ല രീതിയിൽ സാമ്പത്തിക ഉന്നതിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പല കോണുകളിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ, സഹായങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് ചില ധനസഹായങ്ങൾ, ചില സഹായ ഹസ്തങ്ങളൊക്കെ നിങ്ങളുടെ നേർക്ക് വന്നു ചേരും. കർമ്മമേഖലയിൽ ഉയർച്ചയുണ്ടാകുന്നതാണ്. ലാഭകരമായ ഇടപാടുകളൊക്കെ നടത്തുവാനുള്ള സമയമാകുന്നുണ്ട്. ഇവിടെ ചന്ദ്രഗ്രഹണ സമയം വളരെയധികം പോസിറ്റീവ് ഊർജ്ജമാണ് നിങ്ങളിലേക്ക് ചെലുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫലമെന്നോണം ആരോഗ്യപരമായി നിലനിന്നിരുന്ന എല്ലാവിധ പ്രയാസങ്ങൾക്കും ഒരു മരുന്നെന്നോണമാണ് ഇവിടെ നിങ്ങൾക്ക് ചന്ദ്രഗ്രഹണം സംഭവിച്ചിരിക്കുന്നത്. വെച്ചാൽ നിങ്ങളെ നിലവിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പോസിറ്റിവിറ്റി സ്വയമേവ തോന്നിയിട്ടുണ്ടാകും. നിങ്ങളത് ചിന്തിച്ചു നോക്കൂ. വിശാഖ നക്ഷത്രക്കാരായ ആളുകൾ നിലവിലുള്ള എല്ലാവിധ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അകലും. അതുകൂടാതെ ആരോഗ്യപരമായി നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മോചനം ഇന്നു മുതൽ തുടങ്ങുന്നു. ചന്ദ്രഗ്രഹണത്തോടുകൂടി ഭാഗ്യം തുടങ്ങിയ അടുത്ത നക്ഷത്രം അത്തമാണ്. അത്ത നക്ഷത്രത്തിനും ചന്ദ്രഗ്രഹണം ഒരു മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള മാറ്റം വളരെയധികം നിങ്ങൾക്കും അത്ഭുതം കൊണ്ടുവരുന്നതാണ്. മികച്ച മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകും. നേട്ടങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. സാമ്പത്തികമായി ഒരു ഉന്നതി ഉണ്ടാകുന്നതാണ്. സമയം വളരെയധികം അനുകൂലമായതിനാൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഏർപ്പെടുന്ന പ്രവൃത്തിയിലൊക്കെ ആ ഒരു വിജയം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുന്നതാണ്. എല്ലാ അർത്ഥത്തിലും ഗുണകരമായ ഒരു സമയം തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. ചന്ദ്രഗ്രഹണം ഭാഗ്യം കൊണ്ടുവന്നിരിക്കുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്ക് ഇവിടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം നേട്ടവും ഭാഗ്യവും ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ജോലിക്കുള്ള അവസരങ്ങൾ, നിരവധി അവസരങ്ങൾ വന്നു ചേരും. പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. സാമ്പത്തികമായ ഒരു ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഒരു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു വളരെ വലിയ മാറ്റം ഉണ്ടാകും എന്ന് നമ്മൾ പറയാറില്ലേ, അത് തന്നെയാണ് ഇനി ഇവിടെ പ്രാവർത്തികമാകുന്നതിന് പോകുന്നത്.
കോടീശ്വര യോഗമൊക്കെ കാണുന്നുണ്ട്. ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിൽ ഭാഗ്യം കടാക്ഷിക്കാനുള്ള അവസരവും ഈ ചന്ദ്രഗ്രഹണ നിമിത്തം ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായ ഒരു മുന്നേറ്റം തന്നെയാണ് ഇവിടെ നിങ്ങൾക്കും ദൃശ്യമാകുന്നത്. ചന്ദ്രഗ്രഹണം ഭാഗ്യം കൊണ്ടുവരുന്ന അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ഇവിടെ ചന്ദ്രഗ്രഹണം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. രോഹിണി നക്ഷത്രക്കാർക്ക് മറ്റുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ചും നോക്കുമ്പോൾ വളരെയധികം ഭാഗ്യം വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ്. സാമ്പത്തികമായി വളരെയധികം വർധനവും മാറ്റവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത്ഭുതകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഇനി സാധ്യമാകും. ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടം ഉണ്ടാകും. ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും സാമ്പത്തികമായി മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ കഴിയുന്ന സമയം കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2025 അവസാന ചന്ദ്രഗ്രഹണമാണ് സംഭവമായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി വളരെയധികം മാറ്റങ്ങൾ, സാമ്പത്തിക ഉന്നതി, കോടീശ്വരി യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്. നല്ല സമയമാണെങ്കിലും പ്രാർത്ഥനയോടുകൂടി ധൈര്യസമേതം മുന്നോട്ട് പോവുക. ഇരട്ടി ഫലം, ഇരട്ടി ഭാഗ്യം, ഇരട്ടി നേട്ടം നിങ്ങൾക്ക് സ്വന്തമാകും.